പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവം ആശംസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ലോകം മുഴുവൻ യേശു കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പല തരത്തിലുള്ള തടവറകളിൽ ഇരിക്കുന്നവരെ വിടുവിക്കുന്നവനായ ദൈവമത്രേ. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം സഗീവൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയ അന്ധകാരത്തിൻ്റെ തടവറയിൽ ഇരുന്നൊരു വ്യക്തിക്കുണ്ടായ അനുഭവം ആ വ്യക്തി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു തന്നതിന് ശേഷം ലെറ്ററിലൂടെ എഴുതി അറിയിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം തിരുവനന്തപുരത്തു നിന്നുള്ള സന്തോഷ് നഗറിലുള്ള ഏലമ്മ ജോസഫിൻ്റെ മകനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ധ്യാന സമയത്ത് പുകയിലയുടെ അമിതമായ ഉപയോഗത്തിൻ്റെ അടിമയായിരുന്നു ഞാൻ. ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും വാ നിറയെ പുകയില ഇട്ട് ചവച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിൻ്റെ വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ധ്യാന സമയത്ത് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ വിളിച്ച് ഞാൻ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു.
ആ ധ്യാനത്തിന് ശേഷം ഇന്ന് വരെ, ഏതാണ്ട് ഒരു വർഷത്തോളം ഇന്ന് വരെ ആ സ്വഭാവം പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശക്തിയാൽ ആ തിന്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇതേ കുടുംബത്തിൽ തന്നെ മറ്റൊരു അനുഭവം ഉണ്ടായത് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടായ അനുഭവമാണ്. തിരുവനന്തപുരത്തുള്ള മുട്ടട എന്ന് പറഞ്ഞ സ്ഥലത്ത് സന്തോഷ് നഗറിൽ താമസിക്കുന്ന ഏലമ്മ ജോസഫാണ് ഈ അനുഭവത്തിൻ്റെ ഉടമ. ഈ ഏലമ്മ ജോസഫ് തൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ഈ സാക്ഷ്യത്തെ നമ്മുടെ ശ്രദ്ധയിലേക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും 8:30 ഷാലോം ടി വിയിലൂടെ വരുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്ന ആളാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ആണ് ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ തൻ്റെ മടങ്ങാൻ പറ്റാതിരുന്ന കയ്യിലെ വിരലുകൾ മടങ്ങിയ വിവരം പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പ്രോഗ്രാം ടി വിയിലൂടെ കാണുന്നവരിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും യേശുക്രിസ്തുവിനെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ആ സമയത്ത് തന്നെ വിടുതലുണ്ടാകുമെന്നും. അപ്പോൾ എൻ്റെ 2 കൈകളിലെയും നടുവിലത്തെ 2 വിരലുകൾ 2 വർഷത്തോളമായി പൂർണ്ണമായി മടക്കാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഞാൻ അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈവിരലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് മടക്കി നോക്കി. അപ്പോൾ 2 വർഷമായി മടങ്ങാതിരുന്ന എൻ്റെ 2 കൈകളിലെയും നടുവിലെ 2 വിരലുകൾ അനായാസം മടങ്ങുകയും നിവരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഉടനെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരോടും പറഞ്ഞു. പിറ്റേ ദിവസം മുതൽ ഞാൻ കണ്ടവരോടൊക്കെ ഈ അത്ഭുതത്തെക്കുറിച്ച് പറഞ്ഞ് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വചനം ടി വിയിലൂടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 2 വർഷമായി മടങ്ങാതിരിക്കുന്ന എൻ്റെ കൈകളിലെ വിരലുകൾ മടങ്ങട്ടെ എന്ന് പറഞ്ഞ് മടക്കിയപ്പോൾ തിരുവനന്തപുരത്തുള്ള ഏലമ്മ ജോസഫിൻ്റെ മടങ്ങാതിരുന്ന കൈവിരലുകൾ പൂർണ്ണമായും മടങ്ങിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു ഞാനും നിങ്ങളും ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഓരോ ഇടത്തും എൻ്റെയും നിങ്ങളുടെയും അരികിലുണ്ട്. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തടവറയിലിരിക്കുന്നവർക്ക് വിടുതലുണ്ട്, ഇപ്പോൾ രോഗത്തിലിരിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്, ഇപ്പോൾ പാപത്തിലിരിക്കുന്നവർക്ക് മോചനമുണ്ട്, ഇപ്പോൾ ബന്ധനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ബന്ധന വിമുക്തിയുണ്ട്. കർത്താവിൻ്റെ നാമത്തിലുള്ള വിടുതലിനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ നാമം വിളിച്ച് നിലവിളിക്കുന്ന വേദനയിലിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അവിടുത്തെ കൈകൾ കൊണ്ട് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, പാപ സ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, അന്ധകാര വഴികളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാളിൽ ദൈവമായ കർത്താവ് എന്ത് ദൂതാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 84-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. ഹല്ലേലൂയ. പ്രത്യക്ഷത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല
എന്ന് തോന്നുന്ന അന്ധകാരാവൃതമായ നാളുകളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വന്നേക്കാം. ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാം വാക്യം, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവന് ക്രിസ്തു കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. എങ്കിലും യേശുക്രിസ്തു കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടു. യേശുക്രിസ്തു അടക്കം ചെയ്യപ്പെട്ടു. കല്ലറമേൽ കല്ല് വെച്ച് കല്ലറ പൂട്ടപ്പെട്ടു. കല്ലറയ്ക്ക് കാവൽ നിർത്തപ്പെട്ടു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ലോകത്തിന് എന്തൊക്കെ ചെയ്യാമോ, ലോകത്തിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി യേശുക്രിസ്തുവിൻ്റെ മേൽ ചെയ്ത് യേശുക്രിസ്തുവിനെ ഭൗതികമായി അവർ തടങ്കലിലാക്കി, ഭൗതികമായി അവർ തകർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം നൽകിയതെല്ലാം ലോകം പിടിച്ചു പറിച്ചു. ലോകം യേശുക്രിസ്തുവിനെ തകർത്ത് യേശുക്രിസ്തുവിൻ്റെ കഥ കഴിച്ചു എന്ന് കൊട്ടിഘോഷിച്ചു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നാൽ പിതാവിൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിനെ മഹത്വത്തോടെ ഉയർപ്പിച്ചു. പിതാവ് നിശ്ചിത ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പിതാവ് കൃത്യമായും വ്യക്തമായും നിശ്ചിത ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം വിശ്വസിക്കണം. പിതാവായ ദൈവത്തിൻ്റെ ഇടപെടലുകളിൽ നാം വിശ്വസിക്കണം. പിതാവായ ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കണം. ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവം സ്വർഗത്തിൽ നൽകുന്ന സന്ദേശം ഇതത്രേ: കാത്തിരിക്കുക. ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കുക. ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അച്ഛൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായി. അദ്ദേഹം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. അപ്പോഴെല്ലാം അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നതായി കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക അടിത്തറകളെല്ലാം ദുർബലമായി. അങ്ങനെ അദ്ദേഹം വസിച്ചിരുന്ന സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങേണ്ട സമയം വന്നു. അദ്ദേഹം തലേദിവസം വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, നാളെ ഞങ്ങൾ കുടുംബസഹിതം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് സ്വന്തമായി വീടില്ല, ഇനി ഞങ്ങൾക്ക് സ്വന്തമായി സമ്പത്തില്ല, ഇനി ഞങ്ങൾക്ക് സ്വന്തമായി ലോകത്തിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ എങ്ങോട്ടൊന്നില്ലാതെ നാളെ ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിന് തലേ രാത്രി വേദനയോടെ വിളിച്ച് പറഞ്ഞ സംഭവമാണിത്. അപ്പോഴും ദൈവത്തിൻ്റെ കരുണ വച്ചിട്ടുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. കാര്യം ഇവരുടെ കയ്യിൽ നിന്ന് പല വീഴ്ചകൾ വന്നിരുന്നു. ഇവരുടെ കാഴ്ചപ്പാടുകൾ, കണക്കൂട്ടലുകൾ ഒരുപാട് തെറ്റുകളായ വഴികളിലൂടെ ആയിരുന്നു. എന്തായാലും സ്വന്തം കണക്കൂട്ടലെല്ലാം തെറ്റിയെങ്കിലും, സ്വന്തം കാഴ്ചപ്പാടുകളെല്ലാം വലിയ പരാജയമായി മാറിയെങ്കിലും ദൈവത്തിൻ്റെ കരുണ വറ്റിയിരുന്നില്ല. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ രക്ഷ കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവ് തൻ്റെ മഹത്വത്തോടെ തകർന്നിരിക്കുന്നവരെ ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് പിതാവിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പിതാവ് തൻ്റെ മക്കളെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി എല്ലാ വസ്തുവകകളും പാക്ക് ചെയ്ത്, വസ്ത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത്, പെട്ടികളെല്ലാം റെഡിയാക്കി, അങ്ങനെ പിറ്റേ ദിവസം ഇറങ്ങി പോരാൻ തയ്യാറെടുത്തിരിക്കുമ്പോൾ അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലുള്ള ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു വ്യക്തി ഇടപെട്ടിട്ട് പറഞ്ഞു, നിൻ്റെ കടബാധ്യത എത്രയായാലും നിൻ്റെ മുഴുവൻ കടങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിൻ്റെ മുഴുവൻ കടങ്ങളും ഞാൻ വീട്ടാം. അന്ന് രാത്രി തന്നെ ഈ സ്നേഹിതൻ പലരോടും വിളിച്ചു പറഞ്ഞു. ആ സ്നേഹിതൻ ഈ ദുഃഖവാർത്ത അറിഞ്ഞ് പലരോടും വിളിച്ചു പറഞ്ഞു. അമേരിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത മറ്റൊരു വ്യക്തി അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ സാഹചര്യത്തിലേക്ക് സഹായം എത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഭവനവും സ്വന്തമായ സ്ഥലവും ഉണ്ടാകാൻ ആവശ്യമുള്ളത്ര തുക അദ്ദേഹം നൽകാമെന്ന് അന്ന് രാത്രി തന്നെ ഏറ്റു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അദ്ദേഹം ഒന്നിനും കുറവില്ലാത്തവനായി സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സൂസന്നയെ വധിക്കാൻ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയേൽ എന്ന ബാലൻ്റെ മേൽ ആവസിച്ച് അവനെ ഉയർപ്പിച്ച് അവനിലൂടെ സംസാരിച്ച് സൂസന്നയ്ക്ക് ഒരു പുതിയ ജീവിതവും ഒരു പുതിയ ഉയർപ്പ് നൽകിയതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാത്തവനായി പെരുവഴിയിലേക്ക് കുടുംബസഹിതം ഇറങ്ങുന്നതിന് തലേ രാത്രി വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് പെട്ടിയെല്ലാം റെഡിയാക്കി അങ്ങനെ ഒന്നുമില്ലാതെ മുമ്പോട്ട് ഇരുട്ടത്തേക്ക് എടുത്തു ചാടുന്നത് പോലെ അനിശ്ചിതത്വത്തിലേക്ക് ഇറങ്ങേണ്ട തലേ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ് ഈ ലോകത്തിലുള്ള അദ്ദേഹത്തെ അറിയുന്ന ഒരു വ്യക്തിയുടെ മേൽ ആവസിച്ച് അദ്ദേഹം വഴി പലരുടെ മേൽ ഇടപെട്ട് അങ്ങനെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച് ഇന്ന് അദ്ദേഹം നന്നായി കാര്യങ്ങൾ ക്രമീകരിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവാനുഭവത്തോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തിരിക്കുക, ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കുക. അവസാന സെക്കൻഡ് വരെയും ദൈവത്തിന് ഇടപെടാനുള്ള സമയമുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ടാണ് 84-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്, എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്, അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു, പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. 37-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ തിരുലിഖിതം, കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. കാത്തിരിക്കുക, ദൈവം ഇടപെടുന്നത് വരെ കാത്തിരിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അസ്വസ്ഥപൂരിതമായ ജീവിതങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ. മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വിധം എല്ലാം അടഞ്ഞു കിടക്കുന്ന അന്ധകാരാവൃതമായ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളിലേക്കും പിതാവേ, സ്വർഗത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരു പ്രതീക്ഷയില്ല എന്ന പോലെ ജീവിതം മുഴുവൻ കൈവിട്ടു പോയ അവസ്ഥയിലുള്ള ഓരോ ജീവിതങ്ങളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും പിതാവേ, സ്വർഗത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ വർഷിക്കണമേ. പ്രത്യാശയുടെ ശക്തിയെ ഇപ്പോൾ നൽകണമേ. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് ഈ നിമിഷം സകല തകർന്ന ജീവിതങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതകൾ ഇരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്ത് മനം തകർന്ന് ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആവസിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയുടെ ആത്മാവ്, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ഉയർപ്പിൻ്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം എഴുതി തള്ളിയ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച്, യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
പിതാവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗീയമായ ഇടപെടലുകൾ ഇപ്പോൾ ഈ സമയത്ത് തന്നെ ലഭിക്കുന്നു. ഓരോ മകനും ഓരോ മകളും യേശുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉയർപ്പ് തിരുനാളിൻ്റെ ഈ സുദിനത്തിൽ തന്നെ അത്ഭുതകരമായ ഇടപെടലുകൾ കുടുംബങ്ങളിലേക്ക് നൽകണമേ. കുടുംബങ്ങളിൽ ഇപ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളോടെ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും പിതാവേ, ഉന്നതത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ, രക്ഷയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ, രക്ഷയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ, സൗഖ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഇപ്പോൾ കെട്ടുകൾ അഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. തടവറകൾ ഇരിക്കുന്നവർക്ക് മോചനം ലഭിക്കട്ടെ. പാപബന്ധനങ്ങളിൽ ഇരിക്കുന്നവർക്ക് വിടുതൽ ലഭിക്കട്ടെ. കർത്താവേ, ദുശ്ശീലങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. പലതരത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകളിലും അശുദ്ധിയിലും ദുർവൃത്തിയിലും ലോകമോഹങ്ങളിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. പുതിയ വെളിച്ചം കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടശക്തികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന യേശുനാഥനേ, ആരാധന ദിവ്യകാരുണ്യമേ, ആരാധന യേശുനാഥനേ. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ USA താമസിക്കുകയാണ് കുടുംബസമേതം. 4 വർഷമായി ആർത്രൈറ്റിസ് എന്ന രോഗം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി വേദനയായിരുന്നു. കൈകൾക്കും ഈ സന്ധികൾക്കെല്ലാം, റിസ്റ്റിന് ഭയങ്കര വേദന. വിരലുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിരലുകളൊന്നും മടക്കാൻ പറ്റില്ല. ഏതെങ്കിലും 4-5 വിരലൊക്കെ സ്റ്റിഫായിട്ടിരിക്കും. കുറേ സമയം മസാജ് ചെയ്തതിന് ശേഷമാണ് വിരലൊക്കെ ഒന്ന് നേരെയാവുന്നത്. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അവിടെ അഡ്മിറ്റായി. ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞാൻ താമസിക്കുന്ന സ്റ്റേറ്റിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്നെ റെഫർ ചെയ്തു. അവിടെ അഡ്മിറ്റ് ചെയ്ത് 4 ദിവസം കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ഈ നവംബർ 27-ാം തീയതി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഈ രോഗം ഇനി ഭേദമാകത്തില്ല, അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ജീവിതത്തിൽ ചെയ്തേ പറ്റുള്ളൂ, ഇതിങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടെയുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു നാട്ടിലേക്ക് പോരാ, ഇവിടെ ചികിത്സിക്കാം, ആയുർവേദമൊക്കെ നോക്കാം. അങ്ങനെ ആയുർവേദത്തിൽ ചികിത്സിച്ചു. അധികമൊന്നും കുറവ് തോന്നിയില്ല. 3-4 ആഴ്ച അഡ്മിറ്റ് ചെയ്ത് കിടന്നു. അതിനുശേഷം അവസാനം ഇങ്ങോട്ട് വന്നു. അവിടെ നിന്നും ഇവിടെ നിന്ന് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഇതിന് ഭേദമാകത്തില്ല, അതുകൊണ്ട് ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക, വരുന്നതിനൊക്കെ ചികിത്സിക്കുക, അപ്പോഴപ്പോഴുള്ള സൗഖ്യം കിട്ടുക, അങ്ങനെ രക്ഷയുള്ളൂ. അവസാനം ഇവിടെ വന്നപ്പോൾ എല്ലാ ദിവസവും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളമൊക്കെ സ്റ്റിഫായിരിക്കും, ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വിരലിനും വേദനയില്ല, റിസ്റ്റിന് വേദനയില്ല. ബൈബിള് പോലും എടുത്ത് ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ കൈയൊക്കെ ശരിക്കും മടക്കാനെന്ന് പറഞ്ഞാനൊക്കെ പറ്റുന്നുണ്ടോ? ശരിക്കും മടക്കാൻ പറ്റുന്നുണ്ട്. ഒരു വിരലിന് പോലും വേദനയില്ല. ഇപ്പം ബൈബിളൊക്കെ ശരിക്കും എടുക്കാനൊക്കെ പറ്റുന്നില്ലേ? ഇന്ന് ഞാൻ കുളിക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. ആദ്യം എടുത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റുമോ സംശയമായിരുന്നു. ഒന്നിട്ട് എടുത്ത് നോക്കി, യേശുവേ എന്ന് പറഞ്ഞു. ഒരു ബക്കറ്റ് വെള്ളം ഇന്ന് എടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമേരിക്കയിൽ താമസമാക്കി ജോലി ചെയ്യുന്ന മകൾ ഈ കൈയുടെ ഈ വേദന, ബുദ്ധിമുട്ട്, ഈ ആർത്രൈറ്റിസിൻ്റെ രോഗനിമിത്തം ഒത്തിരി കാലങ്ങളായി പീഡ സഹിക്കുകയും ചികിത്സയ്ക്ക് പോവുകയും ഈ അവിടുത്തെ ആ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തുകയൊക്കെ ചെയ്തു. എന്നിട്ടും വ്യത്യാസം വരാതായപ്പോഴാണ് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്ന് ചികിത്സ തുടങ്ങിയത്. ഇപ്പോഴും പല സ്ഥലത്തും ഡോക്ടർമാർ പറഞ്ഞത് ഇങ്ങനെ ജീവിതകാലമൊക്കെ മുഴുവൻ ഉണ്ടാവും, അത് വ്യത്യാസമൊന്നും വരില്ലെന്ന്. എന്നാൽ ഇന്ന് കർത്താവ് ഈ മകളെ സുഖപ്പെടുത്തി. ഇപ്പോൾ കൈകൾ ശരിക്കും മടക്കാൻ, നിവർത്താൻ, ജോയിൻറ്റിൻ്റെ വേദനകൾ മാറി. ബൈബിൾ എടുക്കാൻ പോലും പറ്റാതെ വിഷമമുണ്ടായിരുന്ന സഹോദരിക്ക് ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഫുള്ളായിട്ട് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഈശോ കൈകളെ, ഈ ശരീരത്തിൻ്റെ രോഗത്തെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ച് സന്തോഷത്തോടെ കരങ്ങളടിച്ച് സ്വയം ആവശ്യപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം.